കുമ്പളങ്ങിക്കാരനായ അഭിലാഷ് സാറാണ്. സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തോളൂ. താങ്ക് യു ദേവി. താങ്ക് യു വെരി മച്ച്. എനിവേ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാനും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പേര് സൂചിപ്പിച്ചതുപോലെ പേര് അഭിലാഷ് എന്നാണ്. എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങിയിൽ താമസിക്കുന്നു. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരുപാട് പുതിയ വ്യക്തികൾ ഈ ഒരു സൂമിന്റെ ഭാഗമായിട്ടുണ്ട്. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയത്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് 3 വർഷക്കാലം തികയുന്നു. 3 വർഷക്കാലം കഴിഞ്ഞു എന്ന് പറയാം. ഒരു നവംബർ മാസം 1-ാം തീയതിയാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ചാണ് ID ആദ്യമായി ബയോട്ടോറിയം ബിസിനസ്സിൽ എൻട്രി ചെയ്യുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം സന്തോഷം. ഒരുപാട് വ്യക്തികളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, എൻ്റെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഈ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ അധികം സന്തോഷം തരുന്ന കാര്യം. എനിവേ ഇന്ന് ഇവിടെ MC ആയി നമ്മുടെ മുമ്പിൽ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ദേവി ഒരുപാട് വിശേഷണങ്ങൾക്ക് ഇതായിട്ടുള്ള വ്യക്തി കൂടിയാണ് ദേവി. നമ്മൾ സാധാരണഗതിയിൽ സ്ത്രീകള് കൈവെക്കാത്ത ഒരു മേഖലയാണ് മെക്കാനിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് 2 വീലർ മെക്കാനിക്. ദേവിയെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾക്ക് അറിയില്ലാത്ത ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീകൾ സാധാരണഗതിയിൽ ഈ 2 വീലർ മെക്കാനിക് രംഗത്തേക്ക് കടന്നു വരുന്നത് വളരെ അപൂർവം കാഴ്ചകളാണ്. തന്റെ ഹസ്ബൻഡിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മെക്കാനിക് മേഖലയിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ദേവി. ആലപ്പുഴ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ മനുഷ്യര് പരസ്പരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പരസ്പരം കാണാനായിട്ടും, എറണാകുളത്ത് കുമ്പളങ്ങി എന്ന് പറയുന്ന ഗ്രാമത്തിലിരിക്കുന്ന ഞാനും, മൂവാറ്റുപുഴയിലുള്ള അലീക്കയും, ഇടത്തല പഞ്ചായത്തിലിരിക്കുന്ന ഗീത ചേച്ചിയും, കോട്ടയത്തിലിരിക്കുന്ന ഇന്ദിര ചേച്ചിയും, എനിക്കറിയാവുന്ന ആളുകളൊക്കെ പറയാം, കൊടുങ്ങല്ലൂരുള്ള സലീമിക്കയും, വേളൂർ ചാക്കോ സാറും, മലപ്പുറത്തിരിക്കുന്ന വിനുവും, കോഴിക്കോടുള്ള, കണ്ണൂരുള്ള, അങ്ങനെ ഒരുപാട് ജില്ലകളിലും വിദേശത്തൊക്കെ ആയിട്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളെ സംബന്ധിച്ച് സൂം ആപ്ലിക്കേഷൻ എന്നുള്ളത്. പുതിയ വ്യക്തികൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് കറക്റ്റായിട്ട് മനസ്സിലാകണമെന്നില്ല. എനിവേ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു മേഖല കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. ഈ മേഖലയിൽ കടന്നു വരാൻ വേണ്ടി കഴിഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ട്രാൻസ്ഫോർമേഷൻ, വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിലേക്ക് എൻട്രി ചെയ്തു എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുത്തിട്ടുള്ളത്. ആ എൻട്രി ചെയ്യാൻ കാണിച്ച മനസ്സിന് നിങ്ങളെ നമിക്കുകയാണ്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. എനിവേ ദേവിയെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി പറയുകയാണ്. വിദേശികൾ ഏറ്റവും കൂടി കിഴക്കിന്റെ വിനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ വിദേശികൾ വരുന്ന സമയത്ത് അവരെ വെൽക്കം ചെയ്യാനായിട്ടും അവരെ നമ്മുടെ നാട്ടിന്റെ മഹിമയെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. നല്ലൊരു ആങ്കർ കൂടിയാണ്. അപ്പോ നമ്മുടെ ഈ ബിസിനസ്സിലേക്കൊക്കെ അവരൊക്കെ വന്നിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഇനി ഈ കാലഘട്ടത്തിന്റെ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ കാണിച്ച മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട്. ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും വിവിധങ്ങളായിട്ടുള്ള കഴിവുകളുള്ള ആളുകളാണ്. ആ വിവിധ കഴിവുകളെ നമുക്ക് എങ്ങനെ ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ബയോട്ടോറിയം ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ പ്രത്യേകിച്ചൊരു എക്സ്ട്രാ ഓർഡിനറി കഴിവിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ആശങ്കകൾ ഉണ്ടാവാം. ഒരാശങ്കയുടെയും ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ കൂടി വരുമാനം ഉണ്ടാക്കാനായിട്ട് ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഇന്നലെ ആണ് നമ്മുടെ പ്രിയപ്പെട്ട അലീക്കെ പരിചയപ്പെടുന്നത്. അലീക്ക പറഞ്ഞ ഒരു അലീക്ക ഇന്നിപ്പോ നമ്മുടെ സൂമിൽ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. അലീക്ക പറഞ്ഞ ഒരു പോയിന്റ്, അദ്ദേഹത്തിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അറിയാം. അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ആണ് ഇന്ന് നിങ്ങളോട് ആദ്യമായി പങ്കുവെക്കാനുള്ളത്.
എന്നെ സംബന്ധിച്ച് ഈ ബിസിനസ്സിൽ കൂടി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈൻ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുകരിക്കുക, അതേപടി ഫോളോ ചെയ്യുന്ന ആളുകൾക്കാണ് സക്സസ് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു വാക്ക് ഈ ബിസിനസ്സിൽ കഴിഞ്ഞ ദിവസം എൻട്രി അടിച്ച് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തെ ആദ്യമായി മീറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു വാക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. നിങ്ങളെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈനെ ആരാണോ അപ്ലൈൻസ്, ഒരുപാട് ആ ലൈൻ ഓഫ് സ്പോൺസറിങ് നോക്കിയാൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരെ അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അനുകരിക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. നിങ്ങളുടെ സക്സസ്ഫുൾ അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈൻ ഓഫ് സ്പോൺസറിങ് നോക്കുമ്പോൾ ചിലപ്പോൾ ഇന്നലെ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ഒരാള് വൈകുന്നേരമായപ്പോൾ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ഒരാളെ, അദ്ദേഹത്തിന്റെ സഹോദരനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം ഈ ബിസിനസ്സിൽ എൻട്രി ചെയ്യിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ, ഒരു പ്രൊഡക്റ്റ് തന്നു എന്നുള്ളത് പേരിൽ അദ്ദേഹം ഈ ബിസിനസ്സിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുള്ള ആളാവണമെന്നില്ല. ഞാൻ പറയാൻ കാരണം, നിങ്ങൾ എപ്പോഴും ഈ ബിസിനസ്സിൽ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്ലൈനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് പറയും. ഒരു പക്ഷേ ഈ ബിസിനസ്സിൽ നിങ്ങളെ കണക്ട് ചെയ്യുന്ന വ്യക്തി അത്ര സീരിയസ് ആയ ആളായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോയിന്റ്, നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻ ലീഡേഴ്സിനെ ഫോളോ ചെയ്യുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി കഴിയും. അത് ഏറ്റവും ഒരു സക്സസ് മന്ത്ര എന്ന് വേണം അതിനെ പറയാനായിട്ട്, ആ വാക്കിനെ പറയാനായിട്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻ ലീഡേഴ്സ് എന്തെല്ലാം കാര്യങ്ങൾ ഈ ബിസിനസ്സിൽ ചെയ്തിട്ടുണ്ടോ, ഇതേ കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതിന്റെ സാരം എന്ന് പറഞ്ഞാൽ. സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലയൻസ് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഈ ബിസിനസ്സിലൂടെ, ബയോട്ടോറിയം ബിസിനസ്സിലൂടെ 3.5-4 കോടി രൂപയോളം അച്ചീവ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ബിസിനസ്സിൽ ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലൂടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ആ നിലയിലേക്ക് ബിസിനസ് ചെയ്ത ഒരാളെ ഇന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം ഓടിയതുപോലെ, അദ്ദേഹം ഈ ബിസിനസ്സിലെടുത്ത എഫേർട്ട് പോലെ പല ആളുകളും ഈ ബിസിനസ്സിൽ എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് പോലെ നമുക്ക് എത്താൻ വേണ്ടി കഴിയാത്തത്. ഇന്നിപ്പോ 3.5 വർഷം കൊണ്ട് 1 കോടി രൂപ ടച്ച് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഡാനി സാറുണ്ട്. അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് പോലെ പല ആളുകൾക്കും എത്താൻ കഴിയാത്തത് അതേ കാലയളവിൽ തന്നെ ഈ ബിസിനസ്സിൽ വന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളൊരു കമ്പാരിസൺ നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടി, ഇയാൾക്ക് കിട്ടി, മറ്റേയാൾക്ക് കിട്ടി, ഇങ്ങനെ എടുത്തു പറയാം. ഷാജി സാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ബെന്നി സാറുണ്ട്, അങ്ങനെ ഒരുപാട് വ്യക്തികൾ 1 കോടി രൂപയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, 1 കോടി രൂപ ടച്ച് ചെയ്ത വ്യക്തികൾ, ഇവരെല്ലാം നോക്കുമ്പോ, അവരുടെ അച്ചീവ്മെന്റുകൾ നോക്കുമ്പോ നമുക്ക് ചില ആൾക്കെങ്കിലും അവർക്ക് കിട്ടി, അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല, എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മളിൽ തന്നെയുണ്ട്. അവര് ചെയ്ത കാര്യങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമല്ല, ഞാൻ എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ ബിസിനസ്സിൽ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞ കുറെ നാളുകളായി ഇത് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. പുതിയതായി ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ആളുകളും 1 വർഷവും 2 വർഷവും ഒക്കെ കഴിഞ്ഞ് ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളെ സംബന്ധിച്ച് ഈ 6 AM ക്ലബ് എന്നുള്ളത്. ഇന്ന് ഇതിന്റെ ഫിസിക്കൽ മീറ്റിംഗുകൾ പല ജില്ലകളിൽ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 10 മണി മുതൽ പെരുമ്പാവൂരിൽ വെച്ച് നമ്മുടെ സുരേഷ് സാറിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ ഈ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള ആളുകളുടെ കൃത്യമായ രീതിയിൽ എങ്ങനെ വിജയിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ കൃത്യമായ രീതിയിലുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ട്രെയിനിങ് സിസ്റ്റത്തിൽ നമ്മളെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളായിട്ട്, ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് പല മാർഗങ്ങളുണ്ട്. നമ്മുടെ ട്രെയിൻ മാർഗത്തിൽ പോകാം, കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റിൽ പോയി നമുക്ക് തിരുവനന്തപുരത്തേക്ക് എത്താം. അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേ, ഇപ്പൊ വളരെ മനോഹരമായ രീതിയിൽ നമുക്കിവിടെ നാഷണൽ ഹൈവേ ഉണ്ട്. നമ്മൾ തീരുമാനിക്കുകയാണ് ഒരു നല്ല വാഹനം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമ്മൾ ആ നാഷണൽ ഹൈവേയിൽ കയറി നേരെ യാത്ര ചെയ്ത് നമുക്ക് തിരുവനന്തപുരത്തേക്ക് എത്താം.
അതല്ല നമ്മൾ തീരുമാനിക്കുകയാണ് ഞാനൊരു പുതിയതായി എന്തിനു പഴയ ആളുകൾ സഞ്ചരിച്ച വഴിയിലൂടെയൊക്കെ ഞാൻ പോകണം. എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ മനോജ് സാറ് സഞ്ചരിച്ച വഴിയിലൂടെ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. ഞാൻ സ്വന്തമായിട്ടൊരു വഴി വെട്ടിയിട്ട് ഞാൻ ഈ ബിസിനസ്സിൽ കോടികൾ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചാൽ മനോജ് സാർ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റം അല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളത് വിജയിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അതേപടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളായിട്ട് സ്വന്തമായി ഒരു വഴി വെട്ടി തെളിച്ചിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോകുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഒരു സമീപകാലത്തൊന്നും നമ്മൾ തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി പോകുന്നില്ല. നമ്മളെ വിജയിച്ചിട്ടുള്ള അപ്ലൈൻ ലീഡേഴ്സ് എങ്ങനെയാണോ ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ളത് അതേ മാർഗങ്ങൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അനുകരിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവിടെ വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളുണ്ട്, നല്ല സെയിൽസ് മേഖലയിൽ പരിശീലിച്ചിട്ടുള്ള ആളുകളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വിനോദ് സാറിനെയൊക്കെ പോലെ എഞ്ചിനീയറിംഗ് രംഗത്ത് നിന്ന് സർക്കാർ ജോലിയിൽ നിന്ന് ആ ജോലിയെല്ലാം രാജിവെച്ചുകൊണ്ട് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഫുൾ ടൈം കരിയർ ആയിട്ട് ഇതിനകത്ത് നമ്മളെല്ലാം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ട്രെയിനറായിട്ടും ഒക്കെ മാറിയിട്ടുള്ള വിനോദ് സാറിനെയൊക്കെ സംബന്ധിച്ചും എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് സാധാരണ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തി ഈ ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ വന്ന് കോടിക്കണക്കിന് 100 കോടി രൂപയിലധികം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ മേടിച്ച ചരിത്രം കേരളത്തിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ ലോറി ഡ്രൈവർമാര്, സാധാരണ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി വ്യക്തികൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ കോടിക്കണക്കിന് രൂപ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ ബിസിനസ്സിൽ വിജയിച്ചുകൂടാ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇതാണ്, മനോജ് സാറ് ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ള രീതികളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തന്നത്. കഴിഞ്ഞ ഒരു 3 വർഷക്കാലം കൊണ്ട് ഈ ബിസിനസ്സിലൂടെ ഒരു 40 ലക്ഷം രൂപയിലധികം വരുമാനം മേടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുന്നത്. ഈ ബിസിനസ്സിൽ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് അനുകരണം എന്നുള്ളത്. ഒരു ദിവസം അപ്പൊ കുമ്പളങ്ങിയുടെ എന്റെ ഗ്രാമത്തിൽ ഞാൻ പലപ്പോഴും നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കുമ്പളങ്ങിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു പാലമുണ്ട്. ഈ പാലം കയറി ഇറങ്ങിയാൽ അതിന്റെ ഇടതുവശത്തായിട്ട് സാധാരണ ഒരു 40-45 വർഷക്കാലം മുന്നേയുള്ള ഒരു പെട്ടിക്കട കാണാൻ കഴിയും. ഒരു ചായക്കടയാണ്, ഒരു ഓല മേഞ്ഞിട്ടുള്ള, ഇന്നും അത് ഓല മേഞ്ഞ് തന്നെ നിൽക്കുന്ന ആ ഒരു നാടിന്റെ മാറ്റം മുഴുവൻ വന്നിട്ടും അദ്ദേഹം ആ ഓല ഷെഡിലാണ് ഒരു ചായക്കട നടത്തുന്നത്. ആ ചായക്കട നടത്തുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പ്രത്യേകത പല യൂട്യൂബുകളിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ആളുകളുണ്ടാവാം. വളരെ രസകരമായിട്ടുള്ള, എന്റെ ചെറിയ പ്രായം മുതൽ നമ്മൾ കാണുകയാണ്, അദ്ദേഹം ഈ ചായ ഗ്ലാസ്സിലേക്ക് ചായ അടിക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം മീറ്റർ ചായ എന്നാണ് അറിയപ്പെടുന്നത്. മീറ്റർ ചായ, അതായത് ഇങ്ങനെ ചായ ഒരു കപ്പിലെടുത്തിട്ട് ഇതിങ്ങനെ വീശിയടിക്കും. അത് ഇങ്ങനെ താഴെ ഗ്ലാസ് പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഹൈറ്റിനനുസരിച്ച് ഈ ചായ വന്ന് ഈ കറക്റ്റ് ആയിട്ട് ഈ ഗ്ലാസ്സിൽ വീഴുന്നത് അത് യൂട്യൂബിലൂടെയൊക്കെ കാണാൻ പറ്റും. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചായയടിയാണ്. ആ ചായയുടെ ഭയങ്കരമായ മഹിമ. സാധാരണ ചായയാണ്, പക്ഷെ അത് അടിക്കുന്ന രീതിയിലാണ് വിദേശികൾ സായിപ്പന്മാരുൾപ്പെടെ വന്ന് അത് കാണുന്നുണ്ട്. അത് എന്തുകൊണ്ട് അത് നടന്നു, അതിന്റെ ഞാൻ ആ ചായയെ കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയതാണ് ആ കട. അദ്ദേഹത്തിന് വലിയ ബംഗ്ലാവ് പോലത്തെ ഒരു വീട് ഒക്കെ വെച്ചിട്ടുണ്ട്. ആ വീടൊക്കെ പണിതതും അതിന്റെ പിന്നിലുള്ള എഫേർട്ട് ഈ സാധാരണ ചായക്കടയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ജീവിതമാണ്. അദ്ദേഹം ചായ ഇത് കണ്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഇതേപോലെ പലപ്പോഴും ചായ അടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ ചായ പോയതിന്റെ താഴെ എവിടെ പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ എടുത്ത് പൊക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം താഴെ പോയിട്ടുണ്ടാവും. പലപ്പോഴും വീട്ടിലുള്ള ആളുകൾക്ക് ചായ കുടിക്കാൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരവസ്ഥ. അതിന് വേണ്ടിയിട്ടുള്ള ചീത്തയും ബഹളമൊക്കെ അമ്മയുടെ ഭാഗത്ത് നിന്ന് എനിക്കും കിട്ടിയിട്ടുള്ളതാണ്. ഇത് അനുകരിക്കാൻ നോക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ഞാൻ കുറെ കാലം ഹോട്ടലിൽ നടത്തിയ ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അതിനൊരു ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പല ആളുകളും അനുകരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഈ ഡ്യൂപ്ലിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ ഒരു കാര്യം, അദ്ദേഹം ചായ അടിച്ചു തുടങ്ങിയിട്ടുള്ളത് ഒരു പക്ഷെ ഇങ്ങനെ 2 ഗ്ലാസ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഒരു ഇതിൽ നിന്ന്
ചെറിയ രീതിയിലായിരിക്കും അദ്ദേഹം ചായ അടിച്ചു തുടങ്ങിയിട്ടുണ്ടാവുന്നത്. ഇപ്പോ നമ്മുടെ അമ്മമാരെല്ലാം അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കിയാൽ വളരെ പെട്ടെന്ന് ഉള്ളി പൊളിക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വളരെ വളരെ പെട്ടെന്ന്. അവരും ആരംഭിച്ചിട്ടുള്ളത് ചെറിയ കുഞ്ഞു പ്രായത്തിൽ ചെറിയ രീതിയിലെല്ലാം തുടങ്ങിയിട്ടായിരിക്കും അവരൊക്കെ അതിൽ എക്സ്പെർട്ട് ആയിട്ട് മാറിയിട്ടുണ്ടാവുന്നത്. ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം ഇങ്ങനെ ചായ അടിക്കാൻ തുടങ്ങിയത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഈ നീട്ടി ചായ അടിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചായ അടിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചാൽ ഞാൻ പരാജയപ്പെട്ടു പോകുമെന്നുള്ളത് എന്റെ കോമൺ സെൻസിൽ ഞാൻ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. ഇവിടെ പല ആളുകളും ഈ കാര്യങ്ങൾ ചെറിയ സമയത്ത്, മനോജ് സാറ് ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയാണോ ഈ ബിസിനസ് ബിൽഡ് ചെയ്തത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ആളുകൾ ചിന്തിക്കാതെ അദ്ദേഹം ഇന്ന് മേടിക്കുന്ന വരുമാനം ഡെയിലി ഒരു 50,000 രൂപയൊക്കെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പല സമയത്തും അദ്ദേഹം സ്ക്രീൻഷോട്ട് ഇടാറുണ്ട്. ഇന്നത്തെ വരുമാനം 40,000 രൂപ. ഒരു ദിവസം 40,000 രൂപ വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിനും അദ്ദേഹത്തിന്റെ പ്രായത്തിനും അദ്ദേഹത്തിന്റെ കഴിവിനുമൊക്കെ ഇന്ന് ഒരു 50,000 രൂപയൊക്കെ ഒരു ദിവസം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മണിക്കൂറിന്റെ വാല്യൂ നമ്മളൊന്ന് കണക്കാക്കണം. അദ്ദേഹത്തിന്റെ ഒരു മണിക്കൂറിന്റെ വില എന്ന് പറയുന്നത് 2,000-3,000 രൂപയൊക്കെ പെർ ഡേ അദ്ദേഹത്തിന് മണിക്കൂറുകൾക്ക് കിട്ടുന്നു, മിനിറ്റുകൾക്ക് അദ്ദേഹത്തിന് പൈസ കിട്ടുന്നു. അങ്ങനെ ആ ലെവലിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 4 വർഷക്കാലം മുമ്പേ ഊണില്ലാതെ ഉറക്കമില്ലാതെ സഞ്ചരിക്കാൻ വാഹനമില്ലാതെ ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ കിടന്നുറങ്ങിയ ചരിത്രത്തെ കുറിച്ച് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പല 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 കാര്യങ്ങളിലും അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതല്ല ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ കിട്ടുന്നുണ്ട്. പല വിജയിച്ച ആളുകളും പല സ്റ്റേജുകളിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ പകിട്ടുകൾ കാണുമ്പോൾ നമുക്ക് കണ്ണു മഞ്ഞളിക്കാറുണ്ട്. പക്ഷേ ആ പകിട്ടിന് പിന്നിൽ അവരുടെ ഒരു ത്യാഗത്തിന്റെ, അവരുടെ ഒരു പോരാട്ടത്തിന്റെ, അവരനുഭവിച്ചിട്ടുള്ള പല ഫ്രസ്ട്രേഷനുകളുണ്ട്, പല ജീവിതത്തിലെ പല പ്രതിസന്ധികളുണ്ട്, വീട്ടിൽ അവഗണന കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും പല സമയത്തും വീട്ടിലേക്ക് വരുമ്പോൾ എന്തുണ്ട കിട്ടി എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ലാതെ പല മനുഷ്യരും പല ലീഡേഴ്സും മാറി വിഷമിച്ചിരുന്നിട്ടുണ്ട്. പല സമയങ്ങളിലും ഞാൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ല പറയുന്നത്, മറിച്ച് ആ അവഗണനകൾക്ക് കുറച്ച് മയമുണ്ടായി എന്ന് മാത്രം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം അതേപടി തന്നെ തുടരുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ബിസിനസിനെ കുറിച്ച് നമ്മൾ വലിയ മാസീവായിട്ടുള്ള ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാതെ നമ്മളെ അഡ്മിറ്റ് ചെയ്യുക, അംഗീകരിക്കുക എന്നുള്ളത് ഈ സമൂഹത്തിന് വളരെ 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 പ്രയാസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിന്റെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ബിസിനസ്സിൽ സീരിയസ് ആയിട്ട് ഇറങ്ങാനായിട്ട്. ഡ്യൂപ്ലിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അവഗണനകളെ, നമ്മുടെ കളിയാക്കലുകളെ, പുച്ഛത്തെ, ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് മനോജ് സാർ ഈ ബിസിനസ്സിൽ ഇറങ്ങിയ സമയത്ത്. ഞാൻ വീണ്ടും മനോജ് സാറിന്റെ പേര് പറയാൻ കാരണം, അദ്ദേഹത്തിനെ നമുക്ക് റോൾ മോഡലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വരുമാനം, ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ്, സ്വന്തമായി വീടില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ വാടക വീട്ടിൽ താമസിച്ച ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. സാധാരണ ജീവിതം നയിക്കുന്ന, ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത അവസ്ഥയെ കുറിച്ച്, പട്ടിണി കിടന്നവനെ കുറിച്ച്, പട്ടിണി കിടക്കുന്ന ആളുകൾക്ക്, പട്ടിണി കിടന്നിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പട്ടിണിയുടെ വില അറിയാൻ കഴിയുള്ളൂ. പഴയ ആളുകളോട് ചോദിച്ചാൽ, ഇന്നത്തെ സമൂഹത്തോട് ചോദിച്ചാൽ ഒരു പക്ഷെ പട്ടിണി എന്താണെന്നുള്ള ആ വാക്ക് പോലും മറന്നുപോയിട്ടുണ്ടാവും. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ഇന്ന് ഒരുപാട് വ്യക്തികളുണ്ട് ഇവിടെ. അങ്ങനെ പഴയ തലമുറയിലുള്ള ആളുകളോട് ചോദിച്ചാൽ ഒരു പക്ഷേ അവർ പറയുന്നുണ്ടാവും, എന്റെ അച്ഛനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പല സമയത്തും രാത്രി ഭക്ഷണം കഴിക്കാനില്ലാതെ വരുമ്പോ ആ വെള്ളം, ചെറിയ പാത്രത്തിലൊക്കെ വെള്ളം വെച്ചിട്ട് എന്റെ അച്ഛന്റെ അമ്മ ഈ വെള്ളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അതില് അപ്പൊ ഇവര് മക്കള് അവരെ നോക്കുമ്പോ ഈ കഞ്ഞി വെച്ചിട്ടുള്ള അടുപ്പിൽ വെച്ചതായിട്ട് കണക്കാക്കിയിട്ട് കുറെ നേരം ഇങ്ങനെ കാത്തിരിക്കും. അപ്പൊ അമ്മയോട് ചോദിക്കുന്ന സമയത്ത് അമ്മ പറയാറുണ്ട്, അച്ഛമ്മ പറയാറുണ്ട്, ഇപ്പൊ കഞ്ഞി തിളക്കുന്നതേ ഉള്ളു, കുറച്ചു നേരം നിൽക്കും. ഇത് നോക്കിയിരുന്ന് ഉറങ്ങിപ്പോയ ബാല്യമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഇന്നത്തെ സമൂഹത്തോട് പറഞ്ഞാൽ അതൊരു പുച്ഛമായിട്ടും അത് അനുഭവിച്ച ആളുകൾക്ക് ഇതങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പല ആളുകൾക്കും പറയാനുണ്ടാവുന്നത്. ചോദിച്ചാൽ
അവർക്ക് അതിനുള്ള ഉത്തരം അതായിരിക്കും. അന്ന് ബാല്യത്തിൽ ഈ കഷ്ടപ്പാടുകളെ കുറിച്ചും ദുരിതത്തെ കുറിച്ചും ഒക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ പുതുതലമുറക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാവണമെന്നില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, ഇങ്ങനെ ഒരു 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 തുടക്കം എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിനും ഉണ്ടായിട്ടുണ്ട്. ആ കാര്യം നമ്മൾ ബോധ്യപ്പെടുക. നമ്മൾ ഈ ബിസിനസ്സിൽ സക്സസ് ആവണമെങ്കിൽ ഒരു ടീം ബിൽഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങളെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ, നമ്മൾ അത് അനുകരിക്കാറുണ്ടോ എന്നുള്ളതാണ്. അവര് ഈ ബിസിനസ്സിൽ ആരെല്ലാം ഈ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുണ്ടോ അവരാരും ഡോക്ടർ ആയിട്ടുള്ള ആളുകളല്ല. ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് നമ്മുടെ ഡോക്ടർ സുമേഷ് സാറിനെ പോലെ അവര് പഠിച്ച ഡോക്ടേഴ്സ് ആണ്. നമ്മൾ പല ആളുകളും ഡോക്ടേഴ്സ് ആണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രോഗികളെ ചികിത്സിക്കാനായി നമുക്ക് ആരും അവകാശം തന്നിട്ടില്ല. നമ്മൾ ആരും ഡോക്ടേഴ്സ് അല്ല. ഇവിടെ ഷുഗറുകാരുണ്ടോ, കൊളസ്ട്രോളുകാരുണ്ടോ, വെരിക്കോസ് വെയിൻകാരുണ്ടോ എന്ന അന്വേഷണത്തിന്റെ പാതയിലാണ് ബയോട്ടോറിയൻസുകാര്. തുടക്കം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ രോഗികൾക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കണ്ട എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാം. പക്ഷേ ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്നിപ്പോ ഈ തുടക്ക സമയത്ത് 6 മണിക്ക് നമ്മുടെ വീഡിയോ കണ്ടു. അതില് നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി സാറ് ഇത് നിർമ്മിച്ച വ്യക്തി പോലും പറയുന്നത് എന്താണ്, ഇത് ഒരു വിധത്തിലുള്ള ഇത് മരുന്നായിട്ട് കൊടുക്കുന്ന ഒരു സംഗതിയല്ല നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ്. ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഭാഗമായിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് തെറാപ്പി എന്നുള്ള രീതിയിലേക്ക് മനുഷ്യർക്ക് ഗുണകരമായ ഒരു സംഗതി. അതെന്താണ്, ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റ് ചെയ്യാനായിട്ടും ഒരു മനുഷ്യന്റെ ഓക്സിജൻ ലെവലിനെ നിലനിർത്താനായിട്ടും കഴിയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു തെറാപ്പിയാണ്. അതിന്റെ പ്രൊഡക്ട്സുകളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളാരും വിശ്വഗുരന്മാരായി മാറേണ്ടതില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട MD ഉൾപ്പെടെ പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങൾ അതാവും. ഇതിന്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, പല ആളുകൾക്കും നമ്മുടെ ഓരോ മനുഷ്യന്റെ അപകടം സംഭവിക്കുന്നത്, ഇന്നലെ ഞങ്ങൾ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ട് നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഇതിന്റെ നെഗറ്റീവ് സൈഡും പറയണം, പോസിറ്റീവ് സൈഡും പറയണം. നമ്മളെപ്പോഴും ഈ ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് ആളുകളോട് പറയും, നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ മതി, ഇതിന്റെ റിസൾട്ടുകൾ ഇങ്ങനെ കാണും. ആയിരക്കണക്കിന് റിസൾട്ടുകൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ ഒരു കാര്യം കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നെഗറ്റീവ് റിവ്യൂസും എവിടെയുണ്ട്, യൂട്യൂബിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ ഇത് രണ്ടും പറയണം. നെഗറ്റീവ് റിവ്യൂസും ഉണ്ട്, എന്നാൽ ഇതിന്റെ പോസിറ്റീവ് റിവ്യൂസ് ആണ് കൂടുതലുള്ളത്. നിങ്ങൾക്ക് നെഗറ്റീവ് റിവ്യൂസ്, എന്തുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസ് വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ പ്രൊഡക്റ്റിന് ഇത്രയും ഗുണകരമായ കാര്യങ്ങളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ബുദ്ധിപരമായിട്ടുള്ള ആളുകളെ നീക്കം എന്ന് ചോദിച്ചാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റിൽ പരതുന്ന മനുഷ്യരാണ് നമ്മുടെ നാട്ടിൽ. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എല്ലാ മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ് നമ്മൾ പറയുന്നത്. ഗൂഗിളാണ് ദൈവം എന്ന് വിശ്വസിക്കുകയാണ് ഇപ്പൊ. അപ്പൊ നമ്മുടെ ഗുരുക്കന്മാരെയൊക്കെ എല്ലാം മാറ്റിവെച്ചിട്ട് നമ്മളെല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും ഇതിന്റെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് റിവ്യൂസും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ട് അവരോട് പറയുമ്പോൾ പോസിറ്റീവ് റിവ്യൂസിനെ പോലെ തന്നെ നെഗറ്റീവ്സ് ഉണ്ടാകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നമ്മളിത് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഇവരാദ്യം ചെന്ന് സെർച്ച് ചെയ്യുന്നത് ഇതിന്റെ പോസിറ്റീവ് റിവ്യൂസ് അല്ല, മറിച്ച് എന്താണ് ബയോട്ടോറിയം പ്രോഡക്റ്റിന്റെ നെഗറ്റീവ് റിവ്യൂസ്, അതിനെ അങ്ങനെ സെർച്ച് ചെയ്യാം അല്ലെ. നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് എന്താണ് ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്തെല്ലാമാണ്, എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന് സെർച്ച് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന് സെർച്ച് ചെയ്താൽ അതിന്റെ ഒരു ഗുണവും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ വീഡിയോ ചെയ്തിട്ടാൽ സ്വാഭാവികമായിട്ടും അതിന് റീച്ച് കൂടും അല്ലെ. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഒരു പോയിന്റ് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഇനി അടുത്തൊരു കാര്യം, ഞാൻ ഇന്നലെ സംഭവിച്ച ഒരു കാര്യത്തെ കുറിച്ച് പറയാം. നമ്മുടെ ഒരു വ്യക്തിക്ക് ഈ പ്രോഡക്റ്റ് കൊടുത്തു. ആ പ്രോഡക്റ്റ് കൊടുത്തതിന് ശേഷം അവരുടെ വിശ്വാസം, അവർക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് 3 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടി. എല്ലാ മനുഷ്യർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും 3 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. 3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പൂർണ്ണമായ രീതിയിലേക്ക് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല, നോ. എന്റെ ഉത്തരം നോ എന്നാണ്. നിങ്ങൾ ഓരോരുത്തരുടെ ഉത്തരം ആ കമന്റ്
കമന്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തിയേ. 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് 3 മാസം കൊണ്ട്, അതെ സാർ, നോ നോ 8 ദിവസം കൊണ്ട്, യെസ്. ഇവിടെ വരുന്ന കമന്റുകൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഉണ്ണികൃഷ്ണൻ സാറിന് 3 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നോ എന്ന് പറഞ്ഞ കമന്റ് ഉണ്ട്. 3 മാസം 4 ദിവസം കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്. 2 വീക്ക് 15 ദിവസം 10 ദിവസം കൊണ്ട്. ഹലോ സാറേ, ആ ഞങ്ങളിപ്പോ 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് എനിക്ക് 1 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഗുണം. 1 ദിവസം കൊണ്ട്. ഓക്കെ, താങ്ക് യു കേട്ടാ. 10 ദിവസം. ഇതില് സെയിം രീതിയിൽ റിസൾട്ട് കിട്ടിയത് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ ഇതിന്റെ ഉത്തരത്തിന് വേണ്ടിയിട്ടല്ല, എനിക്കും അറിയാം. ഞാൻ ആയിരക്കണക്കിന് ആളുകളിലേക്ക് നമ്മുടെ ടീമിലൂടെ ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് ഒരു 100-ലധികം വ്യക്തികളിലേക്ക് പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ഒരു പിന്നിലെ ഒരു കാര്യം, 6 ദിവസം കൊണ്ട് പ്രോഡക്റ്റിന് റിസൾട്ട് കിട്ടിയ ആളുകളുണ്ട്. 6 മാസം കൊണ്ട്, 1 വർഷത്തിന് ശേഷം ഈ പ്രോഡക്റ്റിന് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തില്? 1 വർഷത്തിന് ശേഷമാണ് എനിക്ക് പ്രോഡക്റ്റിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. 1 ഇയർ ആയി റെഗുലർ ആയിട്ട് ഉപയോഗിച്ചതിന് ശേഷമാണ്. എന്റെ അനുഭവത്തിൽ നിരവധി ആളുകൾക്ക് 1 വർഷത്തിന് ശേഷം ഗുണം കിട്ടിയ ആളുകളുണ്ട്. 1 വർഷം ഈ പ്രോഡക്റ്റ് 365 ദിവസം ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആദ്യത്തെ 3 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടി. ഇവർ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോ എന്താ പറയുന്നത്? 3 ദിവസം കൊണ്ട് ഇതിന് ഗുണം കിട്ടും, നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചോ. ഉപയോഗിക്കുന്ന അന്ന് തന്നെ ചില ആളുകൾക്ക്, ഞാൻ ഇനി അടുത്ത ചോദ്യം, ഉപയോഗിച്ച അന്ന് തന്നെ നല്ല ഉറക്കം കിട്ടിയ ആളുകൾ എത്ര പേരുണ്ട്? അതല്ലെങ്കിൽ ഉപയോഗിച്ച അന്ന് ഉറക്കം കിട്ടാഞ്ഞ ആള് എത്ര പേരുണ്ട്? എനിക്ക് ഉറക്കം കിട്ടി 3 മാസം കൊണ്ട് കിട്ടി. ഗീത സുരേഷ്, താങ്ക് യു. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഭയങ്കര ഡീപ് സ്ലീപ്പ് കിട്ടിയ ആളുകൾ എത്രയുണ്ട്? ഒരാള്. എനിക്ക് ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയായിരുന്നു. ആയിക്കോട്ടെ ഇന്ദിര ചേച്ചി, ഓക്കെ, താങ്ക് യു. പക്ഷേ ഇതിനകത്ത് ചില ആളുകൾക്ക് ആഫ്റ്റർ 1 വീക്ക്, 1 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഉറക്കം കിട്ടിയത്. ഉറക്കം കിട്ടിയില്ല. യെസ് സുമി, ഇത് രണ്ടും സംഭവിക്കില്ലേ? നമ്മൾ ഇതെല്ലാം ഇതേപടി തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴാണ് സിസ്റ്റം തകരാറിലാകുന്നത്. നമ്മൾ തന്നെയാണ് ബയട്ടൂർ ഇത്രയും ജനങ്ങൾക്ക് ഗുണകരമായ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? ഇതിനെ കൊല വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളാണ് അവരുടെ റിസൾട്ട് മാത്രമാണ് പങ്കുവെക്കുന്നത്. നമ്മളൊരു കാര്യം ഇവിടെ ഇന്നിപ്പോ ഞാൻ ഇതെല്ലാം ഡിസ്കസ് ചെയ്യാൻ കാര്യം, വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം കൊച്ചു വീഴ്ചകൾ 1 ദിവസം കൊണ്ട് ഉറക്കം കിട്ടിയ, ഓക്കെ, താങ്ക് യു. ചില ആളുകൾക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ആദ്യ ദിവസം കിടക്കുമ്പോ അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഉറക്കം നഷ്ടപ്പെട്ടു പോവാൻ നന്നായി, ചിലപ്പോ അവരൊരു പക്ഷെ നന്നായി കിടന്ന് ഉറങ്ങുന്ന ഒരാളായിരിക്കും. ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആ ദിവസം അവർക്ക് ഉറക്കം കിട്ടിയിട്ടേ ഉണ്ടാവില്ല. അങ്ങനത്തെ അനുഭവമുള്ള ആളുകളുണ്ട്. ആരെങ്കിലും 1-2 പേര് പറഞ്ഞിട്ടുണ്ട്, ഇനി ഉറക്കം എനിക്ക് കിട്ടിയില്ല, എനിക്ക് ആദ്യത്തെ ദിവസം. സുമി പറഞ്ഞ്, ഇനി വേറെ ആർക്കെങ്കിലും ആദ്യത്തെ ദിവസം ഉറക്കം കിട്ടാതിരുന്ന ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും? എല്ലാവർക്കും 1 ദിവസം കൊണ്ട് തന്നെ ഉറക്കം കിട്ടി? ചോദ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ടീമിൽ കുറെ ആളുകളുണ്ട് അല്ലേ? അതെ സാറേ, ഗുഡ് മോർണിംഗ്. യെസ്. 1 മാസം ഇത് ഉപയോഗിച്ചിട്ട് ഉറങ്ങാത്ത ആളുണ്ട്. യെസ്. താങ്ക് യു സാർ. 1 മാസം ഉപയോഗിച്ചിട്ടും നല്ല 30 മിനിറ്റ് കൊണ്ട് നീ വരാത്ത, ഇതിന് റിസൾട്ട്, ഒരുപാട് റിസൾട്ടുകൾ, സെക്കൻഡുകൾ. ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു, ആദ്യത്തെ ദിവസം തന്നെ ചിലപ്പോ ഒരു പക്ഷെ ഉറക്കം കിട്ടണമെന്നില്ല. ഒരു 2-3 ദിവസം, ഒരാഴ്ച, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവര് ഡിസോർഡർ ആയിട്ട് കിടക്കുന്ന നമ്മുടെ ശരീരം ഓർഡറിലേക്ക് മാറി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അല്ലെ? ഒരു മനുഷ്യന് ഡിസോർഡറുകളെ ഓർഡറുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നമുക്ക്
2 ദിവസം ഉറക്കം കിട്ടിയില്ല, ഉറക്കം കിട്ടാത്ത മനുഷ്യരുണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് 2 കാര്യങ്ങളും സംഭവിക്കാം. നമ്മൾ എപ്പോഴും ഒരു ബാലൻസിലായിരിക്കണം ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ നെഗറ്റീവ്സ് സംഭവിക്കുന്നത് സാർ അത് ഇത് ഉപയോഗിച്ചിട്ട് വേദനയുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട്. ബോഡി പെയിൻ ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് വെറുതെ ഒരു തുണി കഷ്ണമല്ല നമ്മൾ കൊണ്ടേ കൊടുക്കുന്നതെന്നുള്ള ബോധ്യം ആർക്കെങ്കിലും ഉണ്ടാവണം, നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മളൊരു മനുഷ്യന് ഗുണം കിട്ടാവുന്ന ഒരു സംഗതി കൊണ്ടേ കൊടുത്തിട്ട് അന്ന് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇത് കിട്ടിക്കോട്ടെ. 2 കാര്യങ്ങളെ കുറിച്ചും പറയാം. നമ്മളൊരു മനുഷ്യന്റെ ശരീരത്തെ അവരുടെ മെറ്റബോളിസത്തെ കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആളുകളല്ല ഇംപ്രൂവ്മെന്റ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഇത് തിരിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മൾ 2 കാര്യം പറയണം. ഉറക്കം കിട്ടാതിരിക്കാം. ചില ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു വരും. ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മുടെ വാക്കുകളെ, നമ്മുടെ സംസാരത്തെ കൃത്യമായി നോട്ട് ചെയ്യും. നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും. ആദ്യത്തെ ദിവസം തന്നെ ഈ പ്രോഡക്റ്റ് ഈ നമ്മുടെ മാട്രസ് വിരിക്കും, അവർ കിടക്കും, അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും പെയിനുകൾ അനുഭവപ്പെടും. പിറ്റേ ദിവസം ലൂസ് മോഷൻ ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട്, പിറ്റേ ദിവസം നല്ല ബോഡി പെയിൻ ആയിട്ടുള്ള ആളുകളുണ്ട്, നല്ല പനി വന്നിട്ടുള്ള ആളുകളുണ്ട്. ഇത് ഇംപ്രൂവ്മെന്റ് റിയാക്ഷൻസ് ചില ബോഡികളിൽ ഉണ്ടാവാറുണ്ട്, ചില ആളുകൾക്ക് ഉണ്ടാവില്ല. ഇത് 2ഉം പറഞ്ഞു കൊടുക്കണം നിർബന്ധമായിട്ടും. നമ്മൾ എല്ലാ ദിവസവും 100 കണക്കിന് പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന ആളുകളാണ്. നമ്മൾ കൃത്യമായ രീതിയിൽ ഇതൊരു ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഈ 2 കാര്യത്തിൽ ഇത് പ്രൊഡക്റ്റ് എടുക്കുന്നതിന് മുന്നേ അല്ല പറയേണ്ടത്, എടുത്തതിന് ശേഷമാണ് പറയേണ്ടത്. ഞാൻ പറയുന്നത് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം നമ്മുടെ കൺട്രോളിലായിരിക്കണം. നമ്മളൊരു ഉൽപ്പന്നം കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ഇതിന്റെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇതിന്റെ ഇതിന്റെ നല്ല വശങ്ങളെ കുറിച്ചാണ്, ഇതിന്റെ ബെനിഫിറ്റുകളെ കുറിച്ചാണ്. ലോകത്തെ എല്ലാ മനുഷ്യർക്കും കേൾക്കാൻ താല്പര്യമുള്ള ഒരു കാര്യം ബെനിഫിറ്റുകളെ കുറിച്ചാണ്. നമ്മളും ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഈ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റുകളെ കുറിച്ച് കേട്ടപ്പോഴാണ്. നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇത് ചില ആളുകൾ പറയും പേടിപ്പിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കം കിട്ടില്ല, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതിന്റെ പുറത്ത് വെച്ചാൽ അത് അടിച്ചു പോകും. യഥാർത്ഥത്തിൽ ഈ മൊബൈൽ ഫോൺ ഇതിന്റെ മേലിൽ വെക്കുമ്പോൾ മൊബൈൽ ഫോൺ എന്നല്ല, ലോകത്ത് ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ത് സാധനമായിക്കോട്ടെ ഈ നമ്മുടെ മാഗ്നറ്റിക് ആ തലത്തിൽ വെക്കാതിരിക്കുക, അതിന്റെ പ്രതലത്തിൽ വെക്കാതിരിക്കുക എന്നുള്ളത് ഒരു മിനിമം ബോധം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ആരെങ്കിലും പഴയ ടിവിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ മാഗ്നറ്റ് കാണിച്ചാൽ അതിന്റെ പിക്ചറുകൾ മാറിപ്പോണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രോഡക്റ്റ് ആളുകളിലേക്ക് പങ്കുവെക്കുന്ന സമയത്ത് ഇതെല്ലാം കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഇത് ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമാണ്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തലല്ല. ഇത്തരം അപകടങ്ങൾ ഇത് സംഭവിച്ച കാര്യം ഇതാണ്. ഇവര് 2-3 ദിവസം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നല്ല ഉറക്കം നഷ്ടപ്പെട്ടു പോയി. അവർക്ക് ബോഡി പെയിൻ, അതായത് നിലവിൽ ആൾക്ക് കൈവേദനയാണ് ഉണ്ടായത്. പിന്നെ കിടന്ന സമയത്ത് അദ്ദേഹത്തിന് ബാക്ക് പെയിൻ ഉണ്ടായി, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അവർക്ക് ഈ പ്രൊഡക്റ്റിൽ ഒരു നെഗറ്റീവ് ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒരു മനുഷ്യന്റെ തലയിലേക്ക്, അദ്ദേഹത്തിന്റെ ചിന്തകളിലേക്ക് ഇത്തരം നെഗറ്റീവ് കാര്യങ്ങൾ കയറിയാൽ പിന്നീട് അവർ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണമെന്നില്ല. മാർക്കറ്റിൽ നമ്മൾ തന്നെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒരുപാട് 100 കണക്കിന് 1000-കണക്കിന് 10,000-കണക്കിന് റിസൾട്ടുകൾ കിട്ടിയ ഈ പ്രൊഡക്റ്റിനെ സാധാരണഗതിയിൽ ഞാനൊരു കാര്യം പറയാം, ഒരു 100 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ഒരു 10% ആളുകൾക്കാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. 100 വ്യക്തികൾക്ക് പ്രൊഡക്റ്റുകൾ കൊടുത്താൽ 10% ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്ന സ്ഥാനത്ത് ആ 10% വെച്ചിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കപ്പെടുന്നതെങ്കിൽ 10% അല്ല. ബയോട്ടൂറത്തെ സംബന്ധിച്ച് 100 വ്യക്തികൾക്ക് പ്രൊഡക്റ്റ് കൊടുത്താൽ 99% ആളുകൾക്കും റിസൾട്ട് കിട്ടുന്ന നമ്മുടെ കമ്പനി തന്നെ പറയുന്നുണ്ട് ചെറിയ പെർസെന്റേജ് ആളുകൾക്ക് ഇതിന്റെ റിസൾട്ടുകൾ വൈകാനും കിട്ടാതിരിക്കാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. റിസൾട്ടുകൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ചില ആളുകൾ ചെന്ന് പറയുന്നു ക്യാൻസർ മാറും, അല്ലെങ്കിൽ അത് മാറും, ഇത് മാറും, മോഹന വാഗ്ദാനങ്ങൾ
പ്രോഡക്റ്റ് ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞാൽ ഒരു ദിവസം തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട്. എന്തിനാണ് നമ്മുടെ കമ്പനി പോലും പറയാത്ത പല കാര്യങ്ങളും പല ആളുകളും ചെന്ന് മാർക്കറ്റിൽ പറയുന്നു എന്നുള്ളത്. ഞാൻ ഇതിന്റെ ആ ഒരു സൈഡിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് എത്രയോ നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ ഷുഗർ ബാലൻസ് ആയിട്ടുള്ള കഥകൾ നമുക്കില്ലേ? ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ BP കൺട്രോൾ ആയ കഥകൾ നമുക്ക് പറയാനില്ലേ? ആയിരക്കണക്കിന് മനുഷ്യരുടെ വെരിക്കോസ് വെയിൻ കൺട്രോളിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് പറയാനില്ലേ? ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സർജറി പറഞ്ഞ പല ആളുകൾക്കും അങ്ങനെ സർജറി ചെയ്യേണ്ടാത്ത സാഹചര്യത്തിലേക്ക് വന്ന കഥകൾ നമുക്ക് പറയാനില്ലേ? ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോയിട്ട് ശ്വാസം മുട്ടല് ആയി അനുഭവപ്പെട്ട് ഇനി ജീവിതം തുടരാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്ന ആളുകൾക്ക് അവർക്ക് ഓക്സിജൻ സിലിണ്ടർ മാറ്റിവെച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയ കഥകൾ പറയാനില്ലേ? ഇങ്ങനെ ആയിരക്കണക്കിന് എണ്ണിയാലൊടുങ്ങാത്ത സോറിയാസിസ് പോലെ സ്കിൻ ഡിസീസസ് പോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണം കിട്ടിയ ഒരു പ്രൊഡക്റ്റിനെ, ഇത്രയും നന്മയുള്ള ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ എന്തിനു വികൃതമാക്കണം? നമ്മൾ എന്തിനു മാർക്കറ്റിൽ നെഗറ്റീവ് ആക്കണം? നമ്മളായിട്ട് ഒരു കാര്യം തീരുമാനിക്കുക. ഞാനായിട്ട് ഈ പ്രൊഡക്റ്റിന് ഒരു പേരുദോഷം ഉണ്ടായില്ല എന്ന് തീരുമാനിച്ചാൽ ബൈട്ടോറിയം ഈ ബിസിനസ് വലിയ ലെവലിലേക്ക് നമ്മുടെ ഈ നാട്ടിൽ കത്തിപ്പടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇത് പറയുമ്പോൾ നമ്മുടെ കൺട്രോളിലായിരിക്കണം. ഇത് കൃത്യമായ രീതിയിൽ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയണം. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് വലിയ രീതിയിലേക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാ വീട്ടിലും വേണ്ട ഒരു സാധനമാണ്. നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. എല്ലാ വീട്ടിലും എല്ലാ ബെഡിലും വേണ്ട ഒരു സാധനമാണ് നമ്മൾ വിൽക്കുന്നത്. അത്രയും ഗുണകരമായ ഒരു ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൗഡാണ്. തുടക്കം മുതൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് എനിക്ക് പറ്റിയ ഒരു അപകടം, ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ പല ആളുകളോടും ഇതിന്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ സംഭവിക്കുന്നത് ഇവരാരും ഇത് എന്ത് ചെയ്യൂല, പ്രൊമോട്ട് ചെയ്യൂല എന്നുള്ളതാണ്. ഇവരാരും ഇത് പ്രൊമോട്ട് ചെയ്യില്ല. പ്രൊമോട്ട് ചെയ്യാതെ വന്നാൽ നമുക്ക് കുറച്ച് കസ്റ്റമർ ബാക്കപ്പ് ഉണ്ടാക്കിയെടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പ്രൊഡക്ടിവിറ്റി, നമ്മളൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരിലേക്ക് ഇത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ അലീക്ക പറഞ്ഞ ഒരു കാര്യമാണ്, ഞാനൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിലൂടെ 1000 പ്രൊഡക്റ്റ് ഇത് വിറ്റഴിക്കപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ടാണ് ഒരാളിലേക്ക് ഇത് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവരത് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞത് വളരെ വളരെ അർത്ഥമായിട്ടുള്ള ഒരു വാക്യമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ചിന്തകൾ. ഒരാൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഇത് കൊടുക്കണം. എങ്ങനെയാണ് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്? നമ്മൾ ചിന്തിക്കും, ഒരാൾ ഈ പ്രൊഡക്റ്റ് കൊടുത്ത് അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയിട്ട് അടുത്ത ആളുകളിലേക്ക് പങ്കുവെക്കും. അങ്ങനെ പങ്കുവെച്ച് ഞാൻ പറഞ്ഞ ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഈ ബിസിനസ്സിലൂടെ 1 കോടി രൂപ മേടിക്കാൻ പോകുന്നില്ല. ഞാൻ രാവിലെ ഇരുന്നിട്ട് നിങ്ങളോട് പറയുന്ന ഒരു നഗ്ന സത്യം, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഒരാൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്ത് അദ്ദേഹം 10-20 വർഷമായിട്ട് മാറാത്ത ഒരു ഷുഗർ സംബന്ധമായ അദ്ദേഹത്തിന്റെ പ്രശ്നം ഇത് പരിഹരിക്കപ്പെട്ടിട്ട് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പ്രൊഡക്റ്റുമായിട്ട് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. പല ആളുകളും ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവർ പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട്, അവർ ഉപയോഗിച്ചിട്ടുണ്ട്, നന്നായി കിടന്നുറങ്ങുന്നു, ഇന്നും അവർ നോക്കിയാൽ നന്നായി കിടന്നുറങ്ങുന്നു എന്ന് പറയുന്നു. ഞാനും കാണുന്നുണ്ട്, നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പ്രൊമോട്ട് ചെയ്യുന്നവരാരാണ്? ഈ ബിസിനസ്സിലൂടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചസിനുള്ള പരിഹാരമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന്, അവരുടെ ഹെൽത്ത് സംബന്ധമായ വിഷയം. 2, അവരുടെ വെൽത്ത് സംബന്ധമായ വിഷയം. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ പല ആളുകൾക്കും നമുക്കെല്ലാം മേടിച്ച് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരെ നോക്കിയാലും എല്ലാവർക്കും താല്പര്യമുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതിനൊക്കെ തടസ്സമുള്ളത് എന്താണ്? സാമ്പത്തികമാണ്. പ്രിയപ്പെട്ടവരെ, സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിയാവുന്ന ഡെയിലി ഒരു 100 PV ബിസിനസ് മാച്ചിങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 15,000 രൂപ കിട്ടാൻ കഴിയാവുന്ന ഒരു പ്ലാന് ഈ കമ്പനി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് ഓരോരുത്തർക്കും ഇന്ത്യയിലെ ഒരു കമ്പനിയും മുന്നോട്ട് വെക്കാത്ത ഒരു വലിയ ഇൻകം പ്ലാൻ നമ്മുടെ കമ്പനി നമുക്ക് തരികയാണ്. ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു എൻട്രി 100 PVയുടെ ഒരു 23,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഡബിൾ പ്രൊഡക്റ്റും 3 അൾട്രാ ബെറിയും കൂടി ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 4,040 രൂപ ഇന്ത്യയിൽ ഒരു കമ്പനിയും തരുന്നില്ല പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ വൺ സൈഡ് പോയാലും നമുക്ക് 4,040 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി തരുന്നു. 13,500 രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ടിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 3 അൾട്രാ ബെറി പ്ലസ്
ഒരു 9,800 രൂപയുടെ മാഗ്നറ്റിക് മാട്രസും അതിന്റെ റെസ്റ്റ് ബാൻഡ് വാട്ടർ എനർജി പാഡും അടക്കമുള്ള ഒരു പാക്കേജ് കൊടുക്കുമ്പോൾ 2,020 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്ന ഒരു മഹത്തരമായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ലോകത്ത് ഒരിടത്ത് കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ബയോട്ടോറിയം കമ്പനി നമ്മളിലേക്ക് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് നമ്മുടെ കമ്പനി തരുന്നത് 6,500 രൂപയാണ്. 6,500 രൂപ. 440 രൂപ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഒരു 100 BV സെയിലും ഒരു 50 BV സെയിലും ഡയറക്റ്റ് ഒരു വ്യക്തി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 6,500 രൂപ കിട്ടുന്ന ഒരു മഹത്തരമായ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കമ്പനി നമ്മുടെ മുന്നിൽ തന്നിട്ടുള്ളത്. ഇന്ന് 4 കോടി രൂപ വരുമാനം മേടിച്ച മനോജ് സാറിനും 440 രൂപയാണ് കിട്ടിയത്. എനിക്കും 440 രൂപയാണ് കിട്ടിയത് തുടക്കത്തിലെങ്കിൽ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിലും ഈ ദിവസങ്ങളിലായിട്ട് ഈ ബിസിനസ്സിൽ ആരംഭിച്ചിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി പോകുന്നത് 6,500 രൂപയാണ്. 6,500 രൂപ ചെറിയ എമൗണ്ട് അല്ല. ഒരു മിനിമം ഒരു 4,800 രൂപ മുടക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഈ ബിസിനസ്സിലൂടെ ഈ വരുമാനം കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോട് ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടവര് വാങ്ങിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു അവസരമുണ്ട്. അവരവസരം കൂടി പരിചയപ്പെടുത്താനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക. ചില ആളുകൾ പറയും എനിക്കിപ്പോ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഇത് പ്രൊമോട്ട് ചെയ്താൽ ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞാൽ, വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ, ഇത് നിയമപരമായി ലീഗലായി ഒരു മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുന്ന ഒരു പരിപാടിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ആളുകൾ ഇത് പ്രൊമോട്ട് ചെയ്യും. പല ആളുകളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാം കിട ബിസിനസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം മാറി വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിന് യൂണിയൻ ഉണ്ട്. കൃത്യമായ രീതിയിലേക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് ഡയറക്ട് സെല്ലേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ CITU MMU CITU എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരുപാട് AITUCന്റെ യൂണിയൻ ഉണ്ട്. അതുപോലെ തന്നെ INTUCയുടെ യൂണിയൻ ഉണ്ട്, BMSന്റെ യൂണിയൻ ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട യൂണിയനുകളിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ മേഖല വളരെ നമുക്ക് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ഒരു യൂണിയൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ ലീഗൽ അല്ലാത്ത ഒരു കാര്യത്തിൽ ഒരു യൂണിയനും ഉണ്ടാവില്ല, ഒരു സംഘടനയും അതിന്റെ ഭാഗമായിട്ട് നിൽക്കില്ല. ഇവിടെ പല യൂണിയനുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ബീഡി തൊഴിലാളി യൂണിയൻ ഉണ്ട്, കള്ളുചെത്ത് തൊഴിലാളി യൂണിയൻ ഉണ്ട്, ഇങ്ങനെ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് മേഖലകളിൽ യൂണിയനുകൾ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുണ്ട്. ഒരു കഞ്ചാവ് കച്ചവടത്തിന് നാട്ടിൽ യൂണിയൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അത് ഇല്ലീഗലായിട്ടുള്ള പരിപാടികളാണ്, ഈ നാട്ടിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു ലീഗലായിട്ടുള്ള മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ മഹത്വം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരു 150 രൂപ കൊടുത്താൽ ഇതിന്റെ പല യൂണിയനുകളുണ്ട്. ഞാൻ ഇതിന്റെ ഒരു യൂണിയന്റെ ഭാരവാഹി എന്നുള്ള നിലയിലാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഒരു 150 രൂപയും ഒരു ഫോട്ടോയും വെച്ച് ഇഷ്ടപ്പെട്ട യൂണിയൻ, ഞാൻ CITU എന്ന് പറയുന്ന യൂണിയനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് പറയാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഒരു 150 രൂപയും ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ഇതും ഒരു ഫോട്ടോയും സഹിതം കൊടുത്താൽ ഇന്ന് പെരുമ്പാവൂർ എറണാകുളം പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും ഇന്ന് അവിടെ നമ്മുടെ യൂണിയനുമായി ബന്ധപ്പെട്ട് യൂണിസ് നമ്മുടെ യൂണിയന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ, അവിടെ ഉത്തമൻ സാർ ഉൾപ്പെടെ നിരവധി ആളുകൾ, യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ ആ പെരുമ്പാവൂരുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് ഒരു 1-2 ആഴ്ചക്കുള്ളിൽ അത് ഒരു കാർഡ് ഫോമിലാക്കിയിട്ട് മെമ്പർഷിപ്പ് കാർഡ് കിട്ടി. ഇത് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി ആധികാരികത ഉണ്ടാവും. കുറച്ചുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റിലേക്ക് കൃത്യമായ രീതിയിലേക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച ഒരു കമ്പനി കൂടിയാണ്. ഗവൺമെന്റ് ലിസ്റ്റ് ഇറക്കുന്ന സമയത്ത് ആദ്യ പൊസിഷനുകളിലേക്ക് വരാൻ പോകുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ. ഇല്ലീഗലായി ഈ മേഖലയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് കമ്പനികൾ പ്രവർത്തിച്ചിരുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള സത്യമാണ്. ഇന്നിപ്പോ ഗവൺമെന്റ് അതിന് കൃത്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൺസ്യൂമർ അഫയേഴ്സിന്റെ കീഴിൽ അല്ലെങ്കിൽ ഇതിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മേഖല ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായി ഈ ഓപ്പർച്യൂണിറ്റി പറയാം. ഈ ഓപ്പർച്യൂണിറ്റി പറയുമ്പോൾ ചില ആളുകളെങ്കിലും നമ്മളോട് പറയും എനിക്കിത് താല്പര്യമില്ല. നമ്മൾ പറയേണ്ട ഒരു കാര്യം പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ എല്ലാവർക്കും താല്പര്യമാണ്. പ്രിയപ്പെട്ടവർ, ഏത് സ്ഥാപനത്തിൽ നിങ്ങൾ പോയി എന്തെങ്കിലും ഉൽപ്പന്നം മേടിച്ചാലും ആരെങ്കിലും ആ പ്രദേശത്ത് ഈ ഉൽപ്പന്നം മേടിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് വരാൻ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കാർഡ് തരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വർണം വാങ്ങിക്കാൻ പോയാലും വാഹനം മേടിക്കാൻ പോയാലും
നമ്മളെ ഏത് സ്ഥലത്ത് ചെന്നാലും നിങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ചെറിയ ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ നമുക്ക് പല കാര്യങ്ങൾ ഓഫർ ചെയ്യാറുണ്ട്. എന്നതുപോലെ നമ്മൾ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഈ പ്രൊജക്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ടീമിലേക്ക് വരും. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ തുടരേണ്ട ഒരു രീതിയാണ് ഇതിൽ ഒരുപാട് നമ്മുടെ ഈ സൂമിന്റെ പരിമിതികൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ ചെയ്യുന്നത്. നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത്, ഈ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ കൂടെ വരുന്ന ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളാണ്. ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഇല്ലാതെ നമ്മൾ കൂടെയുള്ള ആളുകളോട് പറയാം നിങ്ങൾ ലിസ്റ്റ് എന്ന് എത്ര പറഞ്ഞാലും, അതായത് നമ്മുടെ വവ്വാല് തലതിരിഞ്ഞാണ് കിടക്കുന്നത്. ഇതിപ്പോ മക്കളോട് പറയാണ് നിങ്ങൾ നേരെ കിടക്കുക, മക്കളെ നേരെ കിടക്കെന്ന് പറഞ്ഞാൽ ഒരു വവ്വാലും തിരിഞ്ഞു കിടന്നില്ല. ഞണ്ട് ചരിഞ്ഞിട്ടാണ് അത് യാത്ര ചെയ്യുന്നത്. അതിന്റെ മക്കളോട് പറയാണ് അത് നേരെ നടക്കും മക്കളെ എന്ന് പറഞ്ഞാൽ അവര് നേരെ നടക്കില്ല. അവരുടെ ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ് ഇവിടെ ഉണ്ടാവണം. നമ്മൾ എന്താണോ ചെയ്യുന്നത് ഇതേ കാര്യങ്ങളായിരിക്കും നമ്മുടെ കൂടെ വരുന്ന ആളുകൾ ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും ലിസ്റ്റ് തയ്യാറാക്കാൻ പറയുമ്പോൾ ലിസ്റ്റ് തയ്യാറാക്കുക. ട്രെയിനിങ്ങിൽ വരണം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് പറയണം, ട്രെയിനിങ്ങിൽ നമ്മൾ വന്നിരുന്നിട്ട് ആദ്യമൊന്നും ഞാനോ യൂനുസ് ഭായ് ഞങ്ങളൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യ കുഞ്ഞ് അവിടെ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ പോയിരുന്ന് കൃത്യമായ രീതിയിൽ ഓരോ കാര്യത്തെക്കുറിച്ച് കേൾക്കാനായിട്ടും പഠിക്കാനായിട്ടും തയ്യാറായപ്പോൾ ഇത് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ, ഇന്ന് റിസർച്ച് ചെയ്ത കാര്യങ്ങൾ, ഒരു സബ്ജക്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നു, എന്റെ PhD അവതരണമായിട്ട് ഇതൊന്നും ഇത് നിങ്ങൾ കണക്കാക്കേണ്ടതില്ല. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ മനുഷ്യർ വിജയിച്ചു വന്ന കാര്യങ്ങൾ, അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതേപടി തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഈ ബിസിനസ്സിൽ നേടാൻ വേണ്ടി കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. ലിസ്റ്റ് മേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ലിസ്റ്റ് തയ്യാറാക്കണം. എന്തിനാണ് ലിസ്റ്റ് ഇടണമെന്ന് ചോദിച്ചാൽ ലിസ്റ്റിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ എല്ലാം നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പറഞ്ഞു തരും. ലിസ്റ്റ് ഇല്ലാതെ ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്. ഈ ബിസിനസ് ചെയ്യാൻ ഇറങ്ങിയാൽ ₹1 ഈ ബിസിനസ്സിലൂടെ കിട്ടില്ല. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ ചിലപ്പോൾ ഒരുപക്ഷെ ഒന്നിക്ക് താഴെടാം. ഇതുകൊണ്ടാണ് പല ആളുകളും ചെയ്യുന്നത്. ഈ എവിടെയെങ്കിലും വഴിയിലൊക്കെ ഒരാളെ കാണും, അപ്പൊ തന്നെ അയാളെ നമ്പർ മേടിക്കും, എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇതിനെ കുറിച്ച് പറയും. ആളുകൾ എടുക്കണമെന്നില്ല. ഇത് ട്രസ്റ്റ് ആണ്. ഈ ബിസിനസിനെ കുറിച്ച് ഒരാളോട് പറയുന്ന സമയത്ത് അങ്ങനെ സെയിൽസിൽ മികവ് പുലർത്തുന്ന ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിലുണ്ട്. അങ്ങനെയല്ല ഈ ബിസിനസ് ചെയ്യേണ്ടത്. മറിച്ച് നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിലൂടെ, ക്ലോസ് ഫ്രണ്ട്സിലൂടെ, നമ്മുടെ ഏറ്റവും ഹോട്ട് സർക്കിളിലൂടെ മാത്രം ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റബിൾ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഇങ്ങനെ അനുകരിക്കാൻ നമ്മൾ ലിസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആളുകൾ ലിസ്റ്റ് ഇടും. നമ്മൾ ട്രെയിനിങ്ങിൽ വരുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആളുകൾ അവര് ട്രെയിനിങ്ങിലേക്ക് വരും. ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നലെ ഡ്രസ് കോഡിനെ കുറിച്ച് ഞാൻ ഇന്നലെ നടന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അലിയെ കുറിച്ച് വീണ്ടും ഒരു വാക്ക് പറയുന്നുണ്ട്. ഡ്രസ് കോഡിന് വളരെ 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 പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ പ്രൊഡക്റ്റ് അല്ല വിൽക്കപ്പെടുന്നത്, അവിടെ നമ്മളെയാണ് വിൽക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക്. തൊട്ടടുത്ത വീട്ടിലാണ് പോകുന്നത്, ഞാൻ എന്നാൽ മാക്സി ഇട്ടിട്ട് പോവാം, അല്ലെങ്കിൽ ഞാൻ ബർമൂഡ ഇട്ടിട്ട് അവിടെ പോയി പറയാമെന്ന് തീരുമാനിച്ചാൽ തൊട്ടടുത്ത വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഒരു പ്രൊഫഷണലിസം ഇതിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ള, നമ്മൾ ഈ ബിസിനസ് പറയുന്ന സമയത്ത് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാനായിട്ടും ഈ ബിസിനസ്സിൽ കൂടി നമ്മളൊപ്പം നിന്നാൽ വിജയിക്കുമെന്നുള്ള ബോധ്യത്തിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. ജീവിതത്തിൽ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒരു പാന്റ് ധരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. വിദ്യാഭ്യാസ കാലഘട്ടം മുഴുവൻ മുണ്ട് മാത്രം ഉപയോഗിച്ചിരുന്ന ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് കടന്നു വന്ന സമയത്താണ് ആദ്യമായി പലപ്പോഴും അത്ഭുതത്തോടു കൂടി ഞാൻ എന്നെ തന്നെ വീക്ഷിക്കാറുണ്ട്. പാന്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ചലഞ്ചായിരുന്നു. ഈ പാന്റ് ഇടുന്നതിനേക്കാൾ ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ഇൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇൻ ചെയ്ത് നടക്കുന്ന, ഇപ്പൊ യൂനുസ് ഭായിനെ ആദ്യമായി ഇൻ ചെയ്യിപ്പിച്ചത് ഞാനാണ്. അതൊരു പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടി ഇൻ ചെയ്യിപ്പിച്ചു. ആ ഇൻ ചെയ്ത ഫോട്ടോ ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ വളരെ രസകരമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം എന്നുള്ളത് വേദന ഉണ്ടാക്കുന്നതാണ്. നമുക്കറിയാം എല്ലാ മാറ്റങ്ങളും ലോകത്ത് വേദന ഉണ്ടാക്കുന്നതാണ്. 41 ദിവസം വ്രതമെടുത്ത് ശബരിമലക്ക് പോകുന്ന അയ്യപ്പന്മാരെ കുറിച്ച് നോക്കിയാൽ ആ ഒരു 41 ദിവസത്തെ വ്രതം എന്ന് പറഞ്ഞാൽ അവരെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. ജീവിതത്തിൽ ഇന്ന് വരെ
ഇന്ന് വരെ ഈ പറയുന്ന രീതിയിലേക്ക് ഒരു മാറ്റത്തിന് വിധേയരാകാത്ത ആളുകളെ സംബന്ധിച്ച് പല ആളുകളും പല ഏജ് ലിമിറ്റിലുള്ള ആളുകളാണ്. ഒരു ഏജ് പരിധി കഴിഞ്ഞ ആളുകളുണ്ട്, നമുക്ക് ഇനി തീർന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഇടത്തല്ല വിജയം ഉണ്ടാകുന്നത്, മറിച്ച് എനിക്കിനിയുമുണ്ട് അവസരം എന്ന് പറയുന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന 72ാമത്തെ വയസ്സിലേക്ക് ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളുമായിട്ട് 72ാമത്തെ വയസ്സിൽ സക്സസ് ആയ KFCയുടെ മുതലാളിയെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ അങ്ങനെ വയസ്സെന്ന് പറയുന്നത് ഒരു വിധത്തിലും അല്ല. എന്റെ മുണ്ട് മാറ്റി ജൈവൻ ചേട്ടൻ അങ്ങനെ മുണ്ട് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹവും ഒരു ട്രാൻസ്ഫോർമേഷൻ വിധേയമായ ആളാണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയരാകേണ്ടതുണ്ട്. ഇന്നലെ വളരെ ദുഃഖകരമായ ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. എന്റെ നാട്ടുകാരൻ, എറണാകുളം ജില്ലക്കാരനായിട്ടുള്ള നമ്മുടെ ഒരു വലിയ മുതലാളി ആത്മഹത്യ ചെയ്തതായിട്ട് നിങ്ങൾ വാർത്തകൾ ടിവിയിലൂടെയും അതുപോലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മുതലാളിയുടെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ, 10ലധികം റോൾസ് റോയ്സ് കാറ് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കോടാനുകോടി രൂപയുടെ ബിസിനസ് ഉള്ള ബാംഗ്ലൂർ വലിയ സാമ്രാജ്യം. റോയ് സാർ, യെസ് അലിഖാൻ, റോയ് സാർ ഒത്തിരിയേറെ ജനങ്ങൾക്ക്, ഒത്തിരിയേറെ കുട്ടികൾക്ക് വളരെയധികം പ്രോത്സാഹനം നൽകിയ വ്യക്തിയായിരുന്നു. അതെ. ഇത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ മരണം നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്നതാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ്. പല സമയത്തും അദ്ദേഹത്തിന്റെ ആത്മഹത്യയുടെ കാര്യത്തെ കുറിച്ചൊന്നും നമുക്കറിയില്ല. ഒരു ചെറിയ സമയത്ത് ദുർബല നിമിഷത്തിൽ തോന്നുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. പലപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളും ഇതിന്റെ സിസ്റ്റവും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരിക്കലും ജീവിതം ആത്മഹത്യ ചെയ്യാനുള്ളതല്ല, ജീവിതം പൊരുതാനുള്ളതാണെന്ന് പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇവിടെ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഞാനൊരു 100 തവണ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ജീവിതത്തിൽ പല സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതൊന്നും ജീവിതത്തിൽ കിട്ടാതെ വന്ന സമയത്ത്, പ്രതീക്ഷിച്ച പോലെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയത്ത്, പല സമയത്തും പല രാത്രികളിലും ഉറക്കമില്ലാത്ത രാത്രികളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിച്ചെടുത്ത് എന്നെ പിടിച്ചു നിർത്തിയത് ഇതിന്റെ ട്രെയിനിങ് സിസ്റ്റംസ് ആണ്. ഇതിന്റെ സക്സസ് ആയിട്ടുള്ള മനുഷ്യരുടെ ഓരോ അനുഭവങ്ങളാണ് എന്നെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ ഞാൻ പരാജയപ്പെട്ടു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ തന്നെ വിജയിക്കണമെന്ന് എനിക്ക് ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ തന്നെ ഞാൻ വിജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. കാരണം അന്ന് അവഗണന കേട്ടത്, അന്ന് പരിഹാസം കേട്ടത് ഈ മേഖലയിൽ ഞാൻ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ പേരിലാണ്. ഡിഗ്രിയും PG വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിക്കുന്ന, ജീവിതത്തിൽ നിർണായകമായ ഒരു തീരുമാനമെടുക്കേണ്ട സമയത്ത് അതൊന്നും തീരുമാനിക്കാതെ, സർക്കാർ ജോലി തെരഞ്ഞെടുക്കാതെ, സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കാതെ ജീവിതത്തിൽ പല ആളുകളും പരിഹസിച്ചു. നീയൊക്കെ പഠിക്കാൻ പോയിട്ട് എന്ത് നേടിയടാ എന്ന് ചോദിച്ച് പല സമയത്തും നമ്മളെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിയുടെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യമുണ്ടാവും. ഞാൻ അത് വഴിതിരിഞ്ഞു പോയിട്ടില്ല, ഞാൻ ഒരിക്കലും മോശപ്പെട്ടു പോയിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തം എന്നിലേക്ക് അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ ഉത്തരവാദിത്തം നിറവേറ്റുക തന്നെ ചെയ്യും. അത് എന്നെ സംബന്ധിച്ച് ഈ മേഖലയിൽ വിജയിച്ച് കാണിക്കുക എന്നുള്ളതാണ്. ഈ മേഖലയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റാൻ കഴിയാവുന്ന ഒരു മേഖലയിലാണ് ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഒരു മഹത്തരമായ അവസരമാണ്. ഒരുപാട് മനുഷ്യരെ ഞാൻ ഈ സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്, ആയിരക്കണക്കിന് മനുഷ്യരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് അവർക്ക് ഒരു പ്രതീക്ഷയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രജിത്ത് പോലെ സ്വന്തമായി വീടുണ്ടായി പലപ്പോഴും ചേച്ചി തന്നെ അനുഭവത്തിൽ പറഞ്ഞു 100 പവനിലധികം സമ്പാദിച്ചു വിദേശ രാജ്യത്ത് അടക്കം പോയി വർഷങ്ങളോളം പണിയെടുത്തു കൊണ്ടുവന്ന് നാട്ടിൽ വന്ന് അതെല്ലാം നഷ്ടപ്പെട്ട് ആ സീറോയിൽ നിന്ന് നിൽക്കുന്ന അവസരത്തിൽ ഈ അവസരം കിട്ടി. ഇന്ന് ഈ അവസരം വളരെ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റിയ ഇന്ദിര ചേച്ചിയെ പോലെ ഒരുപാട് മനുഷ്യർ ഈ കൂട്ടത്തിൽ നമ്മുടെ കൂടെ, നമ്മുടെ പാർട്ട്ണറായിട്ട്, നമ്മുടെ അസോസിയേറ്റ്സ് ആയിട്ട്, നമ്മുടെ എല്ലാം തോളോട് തോൾ ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരുപാട് മനുഷ്യരുള്ളതാണ് നമ്മുടെ കരുത്തെന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ പേരെടുത്ത് പറഞ്ഞാൽ അത് തീരില്ലാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളുമായി കടന്നു വന്ന ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല നമ്മുടെ കൂടെയുള്ളവരെ വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയാവുന്ന ഒരു മേഖലയാണ്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ബിസിനസിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യമായി നമ്മുടെ കൂടെയുള്ള ആളുകൾ ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഒരു കാര്യം തീരുമാനിക്കുക, ഞാൻ ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ വേണ്ടി വന്ന ആളാണ്. ഞാൻ ഇന്നൊരു മാറ്റത്തിന് വിധേയനാണ്. ഞാൻ എല്ലാ മാറ്റത്തിനും വിധേയനായിട്ടുള്ള ആളാണ്. എനിക്ക് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് പറയുന്നത് പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിന് വിധേയമായ മാത്രമേ മനോജ് സാറിന് വരുമാനം കിട്ടിയതിന്റെ പിന്നിൽ അദ്ദേഹം മാറാൻ തയ്യാറായപ്പോഴാണ്. നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, 1 ലക്ഷം രൂപ നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ ആ 1 ലക്ഷത്തിന് വേണ്ടി ഞാൻ അർഹനാകുന്ന സമയത്താണ് എന്നിലേക്ക് ആ പൈസ എത്തുന്നത് എന്ന് ആണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, എന്നിലേക്ക് വരുമാനം കിട്ടാനായിട്ട് ഞാൻ അർഹനായിട്ടുണ്ടോ? ഞാൻ അതിനുവേണ്ടി എഫേർട്ട് ഇട്ടുണ്ടോ? എഫേർട്ട് ഇല്ലാതെ നമുക്ക് ലോകത്തൊന്നും നേടിയിട്ടില്ല. ഒരു മനുഷ്യരും ഒരു എഫേർട്ട് ഇല്ലാതെ ഒരു കാര്യവും നേടിയിട്ടില്ല. ഭാഗ്യമാണ് വിജയത്തിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കുന്നു എന്നാണ്. ഭാഗ്യമാണ് ഒരു മനുഷ്യനെ വിജയിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ പൂർണ്ണമായും എതിർക്കുകയാണ്. ഇവിടെ എഫേർട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. സ്മാർട്ട് വർക്കാണ് ഇവിടെ വേണ്ടത്. വലിയ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ലോകത്തിൽ വലിയ സക്സസിലേക്ക് മാറിയിട്ടുള്ളത്. ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് എന്ന് പറയും. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായ രീതിയിൽ പുസ്തകത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്സസ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് കരിങ്കൽ ക്വാറികളിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരെല്ലാം കോടീശ്വരന്മാരായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പണിയെ ഞാൻ മോശപ്പെടുത്തുകയില്ല. 1000 1500 രൂപയൊക്കെ അവരുടെ കയ്യിലേക്ക് കിട്ടും. പക്ഷെ ആ പൈസ വൈകുന്നേരത്തിനുള്ളിൽ അവരുടെ കയ്യിൽ നിന്ന് ചെലവഴിച്ചു പോയിട്ടുണ്ടാവും. ഇന്ന് പട്ടിണി കിടക്കണമെങ്കിൽ പോലും 10-30,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വരുമാനം 4 സെയിൽസ് ഈ കമ്പനിയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനമാണ് 30,000 രൂപ എന്നുള്ളത്. 4 സെയിൽസ്, നമ്മളൊരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ 100 PV × 4 ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് 4 സെയിൽ ഒരു മാസം എടുക്കാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ 30 ദിവസം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പൈസ 20,000 15,000 രൂപ കിട്ടുന്ന സ്വകാര്യ മേഖലകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. ആ സ്ഥാനത്താണ് വെറും 4 സെയിൽ 1 മണിക്കൂർ മാറ്റിവെച്ചാൽ, ഒരു ദിവസം 1 മണിക്കൂർ ഈ ബിസിനസിന് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് കിട്ടുന്ന സെയിലാണ് ഈ 4 സെയിൽ എന്നുള്ളത്. വളരെ സിമ്പിളാണ്. പല ആളുകളും ഡെയിലി 2-3 സെയിൽസ് എടുക്കുന്ന ആളുകളുണ്ട്. അവരെ കുറച്ച് കാണുന്നതല്ല, മറിച്ച് 1 മണിക്കൂറെങ്കിലും ഈ ബിസിനസിന് വേണ്ടി മാറ്റിവെക്കുക. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇറങ്ങില്ല എന്ന് തീരുമാനിച്ചാൽ എനിക്ക് 1 രൂപ കിട്ടാനുള്ള അർഹതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക, ഞാൻ എന്ത് ചെയ്തു ബയോടോറിയത്തിന് വേണ്ടി, ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു, എന്റെ പാത്ത് എന്താണ്, ഞാൻ ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യണം. നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സുമായിട്ട് ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻ ലീഡേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ലോകത്ത് ഒരു മേഖലയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാള് സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടാവണമെന്നില്ല. ഇവിടെ എങ്ങനെ വിജയിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇതിന്റെ ബ്യൂട്ടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇവിടെ മാത്രമാണ് ഒരുത്തന്റെ വിജയം നമ്മൾ ആഘോഷിക്കുന്നത്, ഒരു വ്യക്തിയുടെ വിജയം നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഇന്ന് 4040 രൂപ അക്കൗണ്ടിലേക്ക് കയറ്റിയ വ്യക്തിയാണ് അദ്ദേഹം, നമ്മുടെ പ്രിയപ്പെട്ട അലീക. കൺഗ്രാജുലേഷൻസ്. ആദ്യ വരുമാനം, ഒരു ഡയറക്റ്റ് റെഫറൽ ബോണസ്. നമുക്കെല്ലാവർക്കും ഇതേപോലെ ഒരു 4040 രൂപ കിട്ടണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എന്ത് പണിയെടുക്കണം? ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്ന് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഇതിന്റെ പെയർ മാച്ചിങ് ഒന്ന് 1 സൈഡ് പോയാലും നമുക്ക് വരുമാനം ഏത് കമ്പനിയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്തായാലും സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. എനിവേ, ഇത്രയും സമയം നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ചെറിയ കുറ്റിച്ചെടികളിലോ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ചെറിയ കുറ്റിച്ചെടികളിലോ വള്ളികളിലോ തട്ടിയാണ് ഒരു മനുഷ്യൻ വീഴുന്നത്. വലിയ മഹാവൃക്ഷങ്ങളിലൊന്നും തട്ടി ഒരു മനുഷ്യനും വീഴാറില്ല. കാരണം അങ്ങനെയല്ല മനുഷ്യന് അപകടങ്ങൾ സംഭവിക്കുന്നത്. കൊച്ചു വർത്തമാനങ്ങൾ, കൊച്ചു ചിന്തകൾ, കൊച്ചു തെറ്റുകളിലൂടെയാണ് ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെടുന്നത്. അവന് പലപ്പോഴും വിജയം വൈകുന്നത്. എങ്കിൽ
നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്തിയാൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ കൊച്ചു കൊച്ചു തെറ്റുകൾ തിരുത്തിയ ആളുകളാണ് വിജയിച്ചിട്ടുള്ള. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തു നോക്കാം. വിജയിച്ചിട്ടുള്ള ആരെ വേണമെങ്കിലും വിജയികളുടെ ചരിത്രം എടുത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ മറ്റ് ഇതിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് വിജയികളുടെ കഥകൾ കാണാൻ വേണ്ടി കഴിയും. അവരുടെ പിന്നിലെ ത്യാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. എല്ലാ മനുഷ്യരുടെ വിജയത്തിന് പിന്നിലും ഒരു വലിയ ത്യാഗമുണ്ട് പ്രിയപ്പെട്ടവരെ. ത്യാഗത്തിന്റെ കഥ പറയുന്ന അല്ലെങ്കിൽ ത്യാഗത്തിന്റെ ഒരു മനുഷ്യൻ അടുത്ത മാസം ഫെബ്രുവരി മാസം നോമ്പ് കാലമാണ് വരുന്നത്. ആ നോമ്പിന്റെ സമയത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വലിയ വലിയ മാനസിക പിരിമുറുക്കമുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ഞാൻ പല സമയത്തും നോമ്പെടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മതവിശ്വാസത്തിന്റെ പേരിലല്ല, ഞാൻ പല എന്റെ സൗഹൃദങ്ങളിൽപ്പെട്ട ആളുകളുടെ അവരുടെ വിഷമത എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോമ്പെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരിറ്റു വെള്ളം കുടിക്കാതെ ആ നോമ്പ് നോറ്റിരുന്നു. അവസാന സമയത്ത് ആ വെള്ളം, ആ നോമ്പ് ഇറക്കുന്ന സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് ആ കുടിക്കുന്ന വെള്ളം, അതിൽ കിട്ടുന്ന ഒരു ആശ്വാസം, ആ ഒരു ആശ്വാസം അത് ഫീൽ ചെയ്ത ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരിറ്റു വെള്ളം കുടിക്കാനില്ലാതെ ഒരു ഭക്ഷണം കഴിക്കാനില്ലാത്ത മനുഷ്യരെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ നോമ്പുകാലം പകർന്നു തരുന്ന ഒരു സന്ദേശം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങിയാൽ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന ഒരുപാട്, ഇപ്പൊ വിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ട്രാൻസ്ഫോർമേഷൻ ആകുന്ന അല്ലെങ്കിൽ അവനെ മാറ്റിമറിക്കുന്ന സമയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ശബരിമലക്ക് പോകാൻ മാലയിടുന്ന സമയത്തായിരിക്കും ഒരു മനുഷ്യന് അവന്റെ കുറെ ചിന്തകളിലും അവന്റെ പ്രവൃത്തികളിലൊക്കെ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നോമ്പ് കാലത്തിൽ, റംസാൻ നോമ്പ് കാലത്തായിരിക്കും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരുപാട് ചിന്തകളിലും ഒരുപാട് കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഓരോ മനുഷ്യന്റെ ഓരോ മതവിശ്വാസത്തിലും അങ്ങനെ ട്രാൻസ്ഫോർമേഷന് വിധേയരായാൽ മാത്രമേ അവന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് മതങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു, ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ട്രാൻസ്ഫോർമേഷന് ഞാനും നിങ്ങളും അതിന് എല്ലാവരും വിധേയരാകേണ്ടതുണ്ട്. അങ്ങനെ വിധേയരായാൽ ഉറപ്പാണ് വരുന്ന 365 ദിവസം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കും വിജയിക്കാൻ വേണ്ടി കഴിയും. വിജയികളുടെ പട്ടിക എടുത്തു നോക്കുമ്പോൾ ഞാൻ വിജയിച്ചു ഭഗത് സാറ് അല്ലെങ്കിൽ നമ്മുടെ അബ്ബാസിക്ക, ഇതിനകത്ത് ആര് നോക്കിയാലും സത്യൻ സാറിനെ പോലെ ഒരുപാട് മനുഷ്യർ, എല്ലാവർക്കും വിജയത്തിന് അർഹതയുള്ള ആളുകളാണ്. എല്ലാവർക്കും വിജയത്തിന് അർഹതയുള്ള ആളുകളാണ്. മനോജ് സാറിന് വിജയിക്കാമെങ്കിൽ, ദാനി സാറിന് വിജയിക്കാമെങ്കിൽ, ബെന്നി സാറിന് വിജയിക്കാമെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട ഷാജി സാറിന് വിജയിക്കാൻ പറ്റുമെങ്കിൽ, ഇങ്ങനെ ഓരോ മനുഷ്യർക്കും യൂനസ് ഭായിക്ക് വിജയിക്കാൻ കഴിയുമെങ്കിൽ, ഇവിടെ ആര് വിജയിച്ചിട്ടുള്ള ആരെ എടുത്തു നോക്കിയാലും അവർക്ക് കഴിയുമെങ്കിൽ എനിക്കും കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും വിജയിക്കാൻ വേണ്ടി കഴിയും. ഇത് വിജയം ആരുടെയും കുത്തകയല്ല. എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും, നമുക്ക് എല്ലാവർക്കും പറ്റും. അങ്ങനെ ഉറച്ച വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ഒരു ദിവസം, നാളെ രാവിലെ, ഇന്ന് വൈകുന്നേരം ഈ സൂര്യാസ്തമയ സമയത്തിനുള്ളിൽ ഒരു സെയില് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ പ്രിയപ്പെട്ടവരെ, അതായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കാവുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. ആ ഒരു സെയിലിലൂടെ, ഒരു വ്യക്തിയിലൂടെ കോടാനുകോടി മനുഷ്യരിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇന്ന് എടുക്കുന്ന ഒരു തീരുമാനം, യെസ് ഞാൻ ഇന്ന് ഒരു സെയിൽ എടുക്കുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള, യെസ് ഐ വിൽ, യെസ് ഐ ആം. സുസമ്മ മേഡം, യെസ്. പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് വരാൻ പറ്റിയ ആളുകളുണ്ട്. സുസമ്മ മേഡത്തിനൊക്കെ പോലെ നിരവധി ആളുകൾ. ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. ഇത് പറ്റുന്ന ആളുകളാണ്, എല്ലാവർക്കും പറ്റും. യെസ് സത്യൻ സാർ, യെസ് യെസ്, താങ്ക് യു, യെസ് അലീക, യെസ് 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 യെസ്. ശ്രമിക്കാം എന്നല്ല, ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ശ്രമം എന്നുള്ളതില്ല കേട്ടാ. നമ്മൾ ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ ചെയ്തിരിക്കും. ഒരു മനുഷ്യൻ കൊല്ലാൻ തീരുമാനിച്ചാൽ എതിരാളിക്ക് കൊല്ലപ്പെടുക അല്ലെങ്കിൽ അയാൾ മരിക്കുക എന്നുള്ളതല്ലാതെ വേറെ നിർവാഹമില്ല. കൊല്ലാൻ തീരുമാനിക്കണം. ഞാനൊന്ന് കൊല്ലാൻ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ചത്തിട്ടില്ല ഇന്ന് വരെ. കൊല്ലാനായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ട ഉറപ്പായിട്ട് എതിരാളികൾക്ക് മരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ ഉറപ്പായിട്ടും ചെയ്തിരിക്കും എന്നതുപോലെ ഇന്ന് ചെയ്യുമെന്ന് തീരുമാനിക്കുക. വിജയിക്കാൻ കഴിയട്ടെ. ഇത്ര നേരം എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം വലിയ സക്സസ് ഉണ്ടാവട്ടെ. താങ്ക് യു ഓൾ. എന്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും നന്ദി പറയുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ. Thank you, madam.